24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. വാർത്ത നൽകുന്നവരും വാർത്ത സ്വീകരിക്കുന്നവരും ഒരേ വേദിയിലെത്തുന്ന അപൂർവ സംഗമത്തിന്റെ ആവേശത്തിലാണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രേക്ഷകരെ 24 ഫ്ലവേഴ്സ് കുടുംബം സ്വീകരിച്ചു. നേരിട്ടും ടെലിവിഷനിലൂടെയും 24ന്റെ ചരിത്ര ഉദ്യമത്തിന് സാക്ഷികളാകുന്നവർക്കായി ഒട്ടേറെ സസ്പെൻസുകളാണ് അണിയറയിൽ കരുതി വെച്ചിട്ടുള്ളത്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് എസ് വിജയകുമാറും വിനീത വിജിയും ചേരുന്നു. ആദ്യം എസ് വിജയകുമാറിലേക്ക്. വിജയകുമാർ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും നമ്മളൊരു ചരിത്ര ദൗത്യത്തിലേക്കാണ് പോകുന്നത്. ഈ സ്ക്രീനിന്റെ മറവിൽ നിന്ന് ഒരു തരത്തിലും ഒരു സംവദിക്കുക എന്നത് സാധ്യമല്ലാതിരുന്ന ഒരു കാലത്ത് നിന്നാണ് നമ്മൾ യൂട്യൂബ് കമന്റുകളിലൂടെ പ്രേക്ഷകരുമായി സംവദിച്ചു തുടങ്ങിയത്. അങ്ങനെ അവരിൽ പലരും നമ്മുടെ പ്രിയപ്പെട്ടവരായി, നമ്മുടെ പരിചയക്കാരായി, ആ പരിചയക്കാരിന്ന് നമ്മളെ നേരിട്ട് കാണാൻ എത്തുന്നുവെന്ന ആ ഒരു അപൂർവത അവിടെയുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായി അല്പനിമിഷം മാത്രം. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ചിലർ മെസ്സേജുകൾ അയക്കുമല്ലോ, നമ്മൾ അവരെ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ തുടർച്ചയായി നമ്മളോട് ഇങ്ങനെ പരിചയം, ഈ മെസ്സേജുകളിലൂടെയും കമന്റുകളിലൂടെയും നമ്മളുമായി പരിചയപ്പെട്ടവർ, നമ്മളുടെ കുടുംബാംഗങ്ങളെ പോലെ നമുക്ക് അടുത്തറിയാവുന്നവർ, അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അവരെ അങ്ങനെ ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മളെ കാണാൻ എത്തുന്നു എന്നതിന്റെ ഒരു ആകാംക്ഷ, ഒരു എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴുണ്ട്. എനിക്ക് മാത്രമല്ല, നമ്മളുടെ 24ലെ മുഴുവൻ ആങ്കർമാർക്കും ആകാംക്ഷയുണ്ട്. നമ്മൾ അവരെ കാണാൻ പോവുകയാണ്. ഇതിനോടകം ചിലരെയെങ്കിലും രാവിലെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ടു. നമ്മളുടെ സ്പോട്ട് രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി ഇവിടേക്ക് ആളുകൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീനയ്ക്ക് അറിയാം, അല്ലെ ക്രിസ്റ്റീനയ്ക്ക് കാണാം, എനിക്ക് പിറകിലുള്ള ആ ഭാഗത്ത് ആളുകൾ ഇങ്ങനെ കസേരകളിൽ സീറ്റൊക്കെ അവിടെ തയ്യാറെടുത്തിരിക്കുന്നത് ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി. നമ്മൾ 1:30 ഇവിടുന്നുള്ള കൂടുതൽ ലൈവുകൾ തുടങ്ങും. 2 മണിക്ക് നമ്മൾ ഇവിടെ നിന്നുള്ള പരിപാടികൾ പൂർണ്ണമായും നൽകി തുടങ്ങും. നമ്മളുടെ കലാപരിപാടികളുണ്ട്, എല്ലാവരുമായുള്ള ഇന്ററാക്ഷൻ ഉണ്ട്, എല്ലാവരുമായി തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരു 6-6:30 വരെ നമുക്ക് അങ്ങനെ ഈ ഊഷ്മളമായ സൗഹൃദം അങ്ങനെ നിലനിർത്തി വളർത്തി മുന്നോട്ട് കൊണ്ടുപോയി പോകാൻ കഴിയും. ഈ 24ഉം ഫ്ലവേഴ്സും വഴി പുതിയ ജീവിതം കിട്ടിയവരുണ്ട്, പുതിയ കാൽവെപ്പുകൾ ഉണ്ടായവരുണ്ട്, പുതിയ തുടക്കം കുറിച്ചവരുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ വാർത്തകളിലൂടെ മാത്രമല്ല അവരുടെ ജീവിതം ആകെ മാറ്റിമറിച്ച ഊഷ്മളമായ അവസരങ്ങൾ, മുഹൂർത്തങ്ങൾ അവർക്ക് സമ്മാനിച്ചവരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു ദൃശ്യമാധ്യമ കുടുംബമാണ് 24ഉം ഫ്ലവേഴ്സും. അവരിൽ ആ പ്രേക്ഷകരെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ പ്രേക്ഷകരാണ് നമ്മളെ നേരിട്ട് കാണാൻ പോകുന്നത്. ഇൻട്രോയിൽ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ വാർത്ത കൊടുത്തവരും വാർത്ത ഏറ്റുവാങ്ങിയവരും ആദ്യമായി ഒരേ വേദിയിൽ എത്തുന്നു. ലോക ടെലിവിഷനിൽ എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു പരീക്ഷണത്തിന്, ഇത് പരീക്ഷണം എന്ന വാക്ക് പോലും ഇവിടെ ചെറുതാവുകയാണ്, അതിനപ്പുറത്തേക്കാണിത്. അതിന് ധൈര്യം കാണിച്ച ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ കൂടി വളരെ അഭിമാനത്തോടെയാണ് ഈ വേദിയിൽ നിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മളിപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്നത്. എല്ലാവരെയും ഞങ്ങൾ വളരെ നിറഞ്ഞ മനസ്സോടെ ഊഷ്മളമായി ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ വരാൻ കഴിയാത്തവർക്ക് ഇതിന്റെ മുഴുവൻ രസങ്ങളും ഇതിന്റെ മുഴുവൻ സൗന്ദര്യവും അവരുടെ വീടുകളിലേക്ക്, സ്വീകരണ മുറികളിലേക്ക് നമ്മളുടെ ലൈവിലൂടെ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഇനിയുള്ള കാലങ്ങളിലും നിങ്ങളുടെ കരുത്തിൽ, നിങ്ങളുടെ പിന്തുണയിൽ, നിങ്ങളുടെ സ്നേഹവായ്പിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതിനുള്ള പുതിയ ഊർജ്ജം ഈ വേദിയിൽ നിന്നും, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഈ വേദിയിൽ നിന്നും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കും. ഒരിക്കൽ കൂടി നിറഞ്ഞ മനസ്സോടെ ഊഷ്മളമായി മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഇൻഡോർ സ്റ്റേഡിയം ഏതാണ്ട് ഇപ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റീന. ശരി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രേക്ഷകരാണ് നമുക്ക് മെസ്സേജുകളും കമന്റുകളും അയച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത വിജിയിലേക്ക് കൂടെ പോകാം. വിനീത, എന്റെയൊക്കെ തീരെ ചെറുതായിരുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ടെലിവിഷനിൽ ഈ വാർത്താ വായനക്കാരെ കാണുമ്പോൾ ഞാൻ അതിന്റെ പുറകിൽ പോയി നോക്കുമായിരുന്നു, വരെ കാണാൻ പറ്റുമോ, പുറകിലെങ്ങാണ്ട് നിന്ന് വായിക്കുകയാണ് എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അത്രയും ദൂരത്ത് ഏതോ സ്റ്റുഡിയോയിൽ ഇരുന്ന് വായിക്കുന്നവരാണെന്ന്. പക്ഷേ അത്തരത്തിലുള്ള മുഴുവൻ അകലങ്ങളും ഇന്ന് ഇല്ലാതാവുകയാണ്. വാർത്താ അവതാരകരും വാർത്താ റിപ്പോർട്ടേഴ്സും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരേ കുടുംബം പോലെ ഒന്നിച്ചവരെ കാണാനെത്തുമ്പോൾ തിരിച്ചവരും ഒരു കുടുംബം പോലെയാണ് നമ്മുടെ ഭാഗമായി നമ്മെ കാണാനെത്തുന്നത്. ഇവരിൽ പലരെയും നമുക്ക് പരിചയമുണ്ട്. മാത്രമല്ല, ഞാൻ ഈ കമന്റുകൾ നോക്കുമ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ ആമിനെയും മഞ്ജുവും ഒക്കെ ആ കമന്റിലൂടെ എവിടെയായിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവര് തമ്മിലും പരിചയമുണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിലൊരു കുടുംബാന്തരീക്ഷമാണ് അവിടെ എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ്, എത്രത്തോളം എക്സൈറ്റഡ് ആണ് പ്രേക്ഷകർ?
തീർച്ചയായും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ പലരെയും നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നവരാണ്. പക്ഷെ നമ്മൾ നേരിൽ കണ്ടിട്ടില്ല. ഇവര് നമുക്ക് സന്ദേശങ്ങൾ അയക്കുകയും അങ്ങനെയുള്ള നമ്മുടെ വിവരങ്ങൾ ചോദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ ഇങ്ങനെ പരസ്പരം കാണാൻ കഴിയുന്ന ഒരു കുടുംബാംഗങ്ങളെ വീണ്ടും നമ്മൾ കാണാൻ കഴിയുന്നത് പോലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. നിരവധി പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട്. ഇപ്പൊ യാത്ര തിരിച്ചു ഞങ്ങള് ഒരു 8 മണിക്ക് രാവിലെ. എങ്ങനെയാണ് നമ്മള് 24 സ്ഥിരമായിട്ട് കാണുന്നവരാണ്, എല്ലാവരും പരസ്പരം പരിചയം ഉണ്ടാവും. പക്ഷെ നേരിട്ടാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച, ഒരു എക്സൈറ്റ്മെന്റിലാണ്. തീർച്ചയായും ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന പ്രേക്ഷകരാണ്. രാവിലെ മുതൽ ഏതാണ്ട് 6 മണിക്ക് നമ്മളിവിടെ വന്നപ്പോൾ മുതൽ ഇങ്ങനെയുള്ള പ്രേക്ഷകരുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളുടെ 24-ന്റെ ഫ്ലവേഴ്സിന്റെയും ഒക്കെ ഒരു ക്രൂ, ഒരു ടീം, ആ ടീം ഇവിടെ രാവിലെ മുതൽ തന്നെ സജ്ജമായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മല്ലാട്ട, എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള പരിപാടി? നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ ആൾക്കാരാണ്. നല്ല ഫ്ലോ ആണ്. എന്തായാലും 2 മണിയോടുകൂടി ഹാള് ഫുള്ളാവും. നമുക്ക് മറുവശത്ത് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മള് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 4000 ആളുകളൊക്കെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വരുമ്പോൾ കൂടുതൽ ആളുകൾ വരും. കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എത്തുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. സ്നാക്സ് കൊടുക്കുന്നുണ്ട്, വാട്ടർ, വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുന്നുണ്ട്, പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. എല്ലാ ഫെസിലിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇങ്ങനെ നമ്മളുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാവരും രാവിലെ മുതൽ ഇവിടെ എത്തുന്ന നമ്മളെ കാണാനെത്തുന്ന പ്രേക്ഷകർ അവർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ആ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് തന്നെ നമുക്ക് പറയാം. ഏതാണ്ട് ഒരു അരമണിക്കൂർ മാത്രമാണുള്ളത്. 2 മണിക്ക് തന്നെ, കൃത്യം 2 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും. എല്ലാ ആളുകളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ശ്യാംകുമാർ കൂടി ചേരുകയാണ്. എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു നമുക്ക് നേരത്തെ തന്നെ പരിചയമുള്ള ആളുകൾ, നമുക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്, സന്ദേശങ്ങൾ അയക്കുന്ന ആളുകളുണ്ട്. അവരെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു അവസരം കൂടിയല്ലേ? തീർച്ചയായും വലിയ സന്തോഷത്തിന്റെ ഒരു സമയമാണ്. കാരണം നമ്മളെ കാണുകയും നമ്മളെ കേൾക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ നേരിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. അവരെയൊക്കെ ഇവിടെ കാണാം. പല മുഖങ്ങളെയും നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കാണുന്നതാണ്. പല സ്ഥലത്ത് വെച്ച് നമ്മളെ കാണുമ്പോൾ പേരെടുത്ത് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. അവരെയൊക്കെ നേരിൽ കാണാൻ കിട്ടുന്ന ഈ അവസരം സന്തോഷത്തിന് കൂടിയൊരു സമയമാണ്. ശ്യാംകുമാറിനെ നിരവധി ആളുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവരെയും നേരിൽ കാണാൻ ശ്രമിക്കാവുന്നു. തീർച്ചയായും ഈ പറയുന്നത് പോലെ ഇങ്ങനെ നിരവധി ആളുകൾ അവർ വന്ന ഒരു ഇരിപ്പിടങ്ങളിൽ എവിടെ നിന്നാണ് വരുന്നത്? പിറവത്തുനിന്ന്. എത്തിയിട്ട് മൊത്തത്തിൽ അടിപൊളി, സൂപ്പർ. എവിടെ നിന്നാണ് വരുന്നത്? കടവന്തറ. നല്ല പ്രോഗ്രാം. ഓക്കെ. എവിടെ നിന്നാണ് വരുന്നത്? ആലപ്പുഴ. രാവിലെ തിരിച്ചു നോക്കും. എവിടെ വരുന്നത്? കാലത്ത് 9-നാ പോന്ന. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ. നല്ല സൂപ്പർ ചാനലാണ് 24. തീർച്ചയായും ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ എത്തുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഇവിടെ വന്ന് 6 മണി മുതലൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ്. പലരും ഇങ്ങനെ എല്ലാവരും വന്ന് ഇവിടെ ഇങ്ങനെ അവരുടെ ഇരിപ്പിടങ്ങൾ ഇരിക്കുക. ചേട്ടാ എവിടെ? പത്തനംതിട്ട വടശ്ശേരിക്കര. രാവിലെ തന്നെ 5 ആയപ്പോ ഇറങ്ങിയ ഇവിടെ 11 മണിയായപ്പോ വന്നെത്തി. കണ്ടോ? എല്ലാരെയും പരിചയപ്പെട്ടു. ഞാൻ ദീപക് ധർമ്മടത്തിനെ പരിചയപ്പെട്ടു, വിനീത വിജയെ പരിചയപ്പെട്ടു. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചില്ലേ. പിന്നെ എൻ്റെ കുടുംബം മൊത്തം 24 ചാനൽ കണ്ട് രീതിയിലാണ്. തീർച്ചയായും ക്രിസ്റ്റീന, ഈ കാണുന്നത് പോലെ ഇവർ ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. നേരത്തെ നമ്മളുമായി പരിചയമുള്ളവരാണ്. പക്ഷെ എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു വേദി, അത് ഇനി ഈ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തം, അത് 2 മണിയോടുകൂടി തന്നെ നമ്മളുടെ പരിപാടി ആരംഭിക്കും. അതിനുള്ള ഒരു ചെറിയ കാത്തിരിപ്പ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ക്രിസ്റ്റീന.